എല്ലാവർക്കും നന്ദി. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ യുദ്ധത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചൈനീസ് സർക്കാർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി, ചൈനീസ് സർക്കാർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഒന്നാമതായി പറയട്ടെ, ചൈനീസ് സർക്കാർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ യുദ്ധത്തെ ചൈന വളരെയധികം അപലപിക്കുന്നു. ഇത് ഇറാനെതിരെയുള്ള അധിനിവേശ യുദ്ധമാണെന്നും ഇറാൻ്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ലംഘിക്കപ്പെട്ടതായും ചൈന വിശ്വസിക്കുന്നു. മറുവശത്ത് സംഘർഷം ലഘൂകരിക്കാനും യുദ്ധം പടരുന്നത് തടയാനും ചൈന എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന ഊർജ ഗതാഗത പാതകളെ ഇത് ബാധിക്കുമ്പോൾ. വ്യക്തിപരമായി പറഞ്ഞാൽ, ഇറാൻ എന്തിനാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വയം പ്രതിരോധത്തിന് ഇറാന് എല്ലാ അവകാശവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ചൈനയുൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളെയും ആഗോളതലത്തിൽ ബാധിക്കും. കാരണം ഗൾഫിൽ നിന്നുള്ള എണ്ണയും വാതകവും ചൈനയുടെ വലിയ വിപണിയിലേക്ക് എത്തുന്നതിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചൈന വളരെ ധർമ്മസങ്കടത്തിലായ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു വശത്ത് അമേരിക്കയോടും ഇസ്രായേലിനോടും അധിനിവേശം നിർത്താൻ ആവശ്യപ്പെടുന്നു, മറുവശത്ത് എല്ലാവരോടും സമാധാനത്തിന് ആഹ്വാനവും ചെയ്യുന്നു. ചൈന ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം മാറ്റണോ വേണ്ടയോ എന്ന വളരെ ഇടുങ്ങിയ ഒരു ചോദ്യത്തിന്മേൽ ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയേനെ. ചൈന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ട് ഇറാന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ചൈന അംഗീകരിക്കുന്നില്ല എന്നർത്ഥമില്ല. അമേരിക്കയെയും ഇസ്രായേലിനെയും അവരുടെ സഖ്യകക്ഷികളെയും മാത്രമാണ് തങ്ങൾ തടയുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കക്ഷികളും തൃപ്തരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. അമേരിക്കയും ഇസ്രായേലും ഇനി ഒരിക്കലും ഇറാനെതിരെ യുദ്ധത്തിന് മുതിരില്ല എന്ന് ഉറപ്പുവരുത്തണം. കുറച്ച് സമയമെടുത്തേക്കാം. ഒരുപക്ഷെ സാഹചര്യം ഇനിയും വഷളായേക്കാം. എങ്കിലും വിവേകം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചൈന ശരിയായ കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യ ദിവസം മുതൽ ചൈന ഈ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ചൈനയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ലോകരാജ്യങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഇറാനെതിരെയുള്ള യുദ്ധം ഒരു അധിനിവേശം തന്നെയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിന് ഒരവകാശവുമില്ല. ഉടൻ ഇത് നിർത്തണം എന്നാണ് ചൈനയുടെ പക്ഷം. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് ചൈന നൽകുന്ന ശക്തമായ പിന്തുണയാണ്. ചൈന വെറുതെ മാറി നിൽക്കുകയല്ല, ഈ യുദ്ധത്തെ ശക്തമായി അപലപിക്കുകയാണ്.